പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ എന്ന പദം സ്തുതിക്കുക എന്നർത്ഥമുള്ള ഹല്ലേൽ ദൈവനാമത്തിൻ്റെ ചുരുക്കരൂപമായ യാഹ് എന്നീ രണ്ട് എബ്രായ പദങ്ങൾ ചേർന്നുണ്ടായതാണ്. ഇതിൻ്റെ അർത്ഥം കർത്താവിനെ സ്തുതിക്കുവീൻ എന്നാണ്. ബൈബിളിൽ പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളിൽ 24 തവണയും പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 4 തവണയും ഈ പദം പ്രത്യക്ഷപ്പെടുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത പെസഹ, കൂടാരപ്പെരുന്നാൾ തുടങ്ങിയ പ്രധാന തിരുനാളുകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു. പുതിയ നിയമത്തിലാകട്ടെ സ്വർഗത്തിലെ വലിയൊരു ജനസമൂഹം ദൈവത്തിൻ്റെ അന്തിമ വിജയത്തെയും കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിനെയും ആഘോഷിക്കുമ്പോഴാണ് ഈ സ്തുതിപ്പ് ഉയരുന്നത്. കത്തോലിക്ക സഭയുടെ ആരാധനാക്രമത്തിൽ സുവിശേഷ വായനയ്ക്ക് മുൻപായി ക്രിസ്തുവിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനും ഈസ്റ്റർ കാലത്തെ വിജയഗീതമായും ഇത് ആലപിക്കുന്നു. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതിനായി എല്ലാ സാഹചര്യങ്ങളിലും അവിടുത്തെ സ്തുതിക്കാൻ നാം സന്നദ്ധരായിരിക്കണം. ഈ മനോഹരമായ വാക്കുപയോഗിച്ച് സങ്കടസമയത്തും സന്തോഷ സമയത്തും ഒരുപോലെ ഹല്ലേലൂയ പാടുന്നത്, പറഞ്ഞ് സ്തുതിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. ഓരോ തവണയും ഈ പദം നാം ഉച്ചരിക്കുമ്പോൾ നാം സ്വർഗീയ ഗായക സംഘത്തോടൊപ്പം ചേരുകയും ദൈവത്തിൻ്റെ വിശ്വസ്തതയെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ലിറ്റർജിയിലെ ഈ സ്തുതിപ്പ് വെറുമൊരു ഗാനമല്ല, മറിച്ച് ദൈവഹിതത്തിന് മുന്നിലെ പൂർണ്ണമായ സമർപ്പണമാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.